വിപണി മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ വിപണന മാനേജ്മെൻറ്റിൽ അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് വിപണന മിശ്രിതം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് എന്നറിയപ്പെടുന്നത്. ഉൽപ്പന്നത്തിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വിപണനവുമായി ബന്ധപ്പെട്ട് നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഉൽപ്പന്നം, വില, സ്ഥലം, സംവർധനം എന്നിവയാണിവ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ എന്നീ 4 ഘടകങ്ങളാണ് ഇതിലുള്ളത്. ഇവയെ ഒത്തുചേരലിനെ പറയുന്ന പേരാണ് വിപണന മിശ്രണം എന്നുള്ളത്, അല്ലെങ്കിൽ വിപണന മിശ്രിതം എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വിപണനത്തെ സ്വാധീനിക്കുന്ന, മാർക്കറ്റിങ്ങിനെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ട് 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഉൽപ്പന്നമാണ്, രണ്ടാമത്തേത് വില അഥവാ പ്രൈസാണ്, മൂന്നാമത്തേത് സ്ഥലം അഥവാ പ്ലേസാണ്, നാലാമത്തേത് സംവർധനം അതായത് പ്രമോഷൻ എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെല്ലാം ചേർന്ന് പറയുന്ന പേരാണ് വിപണന മിശ്രിതം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ്. ഇതിനെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നു. 4 Pകൾ അല്ലേ, 4 P ചേർന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ എന്നിങ്ങനെ 4 P's അല്ലേ. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. 4 Pകൾ: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. അതുകൊണ്ട് 4 Pകൾ എന്ന് അറിയപ്പെടുന്നു ഇതിനെ, വിപണന മിശ്രിതത്തെ. പ്രധാനമായിട്ടും വിപണനത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണുള്ളത്. അതിനെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നു. വിപണന മിശ്രിതം അഥവാ മാർക്കറ്റിംഗ് മിക്സ് എന്നറിയപ്പെടുന്നു. മാർക്കറ്റിംഗ് മിക്സ് 4 P's ഓഫ് മാർക്കറ്റിംഗ് ആണ്. 4 ഘടകങ്ങളാണുള്ളത്, 4 P's ആണുള്ളത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നിങ്ങനെ, ഉൽപ്പന്നം, വില, സ്ഥലം, സംവർധനം എന്നിങ്ങനെ 4 ഘടകങ്ങളാണ് വിപണന മിശ്രിതത്തിൽ മാർക്കറ്റിംഗ് മിക്സിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. മൂല്യമുള്ള ഏതൊന്നിനെയും ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാം. മൂല്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്നം എന്ന് പറയാം. കൈമാറ്റത്തിനായി വിപണിയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള മൂല്യമുള്ള ഏത് വസ്തുവും ഉൽപ്പന്നമാണ്. കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഉൽപ്പാദകർ വാഗ്ദാനം ചെയ്തിട്ടുള്ള മൂല്യമുള്ള ഏത് വസ്തുവിനെയും നമുക്കെന്ത് വിളിക്കാം, ഉൽപ്പന്നം എന്ന് വിളിക്കാം. ഉൽപ്പന്നം ഭൗതികമായ ഒരു വസ്തു, ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതൊരു സേവനവും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് സേവനവും ആവാം. അപ്പോൾ ഉൽപ്പന്നം തന്നെ ആവണമെന്ന്. അപ്പോൾ അതാണ്, ഇപ്പോൾ ഈ വസ്തു എന്ന് പറയുമ്പോൾ സേവനവും ആവാം. സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ എന്താണ്, ഉൽപ്പന്നം തന്നെയാണ്. സാധനങ്ങളും സേവനങ്ങളും എല്ലാം തന്നെ ഉൽപ്പന്നങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഉൽപ്പന്നം, മൂല്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്കെന്ത് വിളിക്കാം, പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം എന്ന് വിളിക്കാം. രണ്ടാമത്തെ വിപണന മിശ്രിതത്തിലെ ഘടകമാണ് വില. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിനിമയ മൂല്യം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതിനെയാണ് വില എന്ന് വിളിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിനിമയ മൂല്യം, ഒരു ഉൽപ്പന്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിനിമയ മൂല്യത്തിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ അതാണ് വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ചോദനത്തെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് വില എന്നറിയപ്പെടുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ ചോദനം അഥവാ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് വില. അടുത്ത് നോക്കാം, സ്ഥലം. ഉൽപ്പാദകനും ഉപഭോക്താവും തമ്മിലുള്ള ദൂരം വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്നു. സ്ഥലപരമായ തടസ്സത്തെ ഉചിതമായ ഗതാഗത സംവിധാനത്തിലൂടെ പരിഹരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതെങ്കിലും സ്ഥലത്തുള്ളൊരു ഫാക്ടറിയിലായിരിക്കും. ഒരു സ്ഥലത്തായിരിക്കും ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ, ഉൽപ്പന്നത്തിൻ്റെ ഉപഭോക്താക്കൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാശ്മീരിലാണ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത്, പക്ഷേ അതിൻ്റെ ആവശ്യക്കാർ കേരളത്തിലാണ് എന്ന് കരുതുക. പരിപൂർണമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഗതാഗത സംവിധാനത്തിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാം. റെയിൽ മാർഗമോ അതുപോലെ ജലാശയ മാർഗമോ ജലമാർഗമോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റോഡ് മാർഗമോ ഒക്കെ എന്ത് ചെയ്യാം, ഉള്ള ഗതാഗത സംവിധാനത്തിലൂടെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഉപഭോക്താവിനും ഉൽപ്പാദകനും തമ്മിലുള്ള ദൂരത്തെ കുറക്കാൻ സാധിക്കും. ഉൽപ്പാദകന് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റെവിടെയോ വെച്ചിട്ടാണ്, വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, അത്തരത്തിൽ ഉൽപ്പാദകന്, പക്ഷെ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾ എവിടെയാണുള്ളത്, വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഉൽപ്പാദകനും ഉപഭോക്താവും തമ്മിലുള്ള ദൂരത്തെ കുറക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇത്, ഈ പറയുന്ന ഗതാഗത സംവിധാനം. അതാണ് പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥലം എന്ന ഘടകം, മാർക്കറ്റിങ്ങിലെ സ്ഥലം എന്ന ഘടകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. വിവിധ സ്ഥലങ്ങളിൽ ഉൽപ്പന്നങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഉപഭോക്തൃ കേന്ദ്രങ്ങളിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ ഗതാഗതം, അതായത് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ആ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഗതാഗതം, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ സംഭരണം, ഇവയൊക്കെ ഏതിലാണ് വരുന്നത്, സ്ഥലം അഥവാ പ്ലേസ് എന്ന് പറയുന്ന ഒരു ഘടകത്തിലാണ്, എലമെൻറ്റിലാണ്, മാർക്കറ്റിംഗ് മിശ്രിതത്തിലെ. ഓക്കെ, അതിൽ അവസാനത്തേതാണ് സംവർദ്ധനം, പ്രമോഷൻ അല്ലെങ്കിൽ വിൽപ്പന വർധക പ്രവർത്തനങ്ങൾ. കമ്പനിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനും വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും ഒരു സെയിൽസ് മാനേജർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വിൽപ്പന വർധക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഉൽപ്പന്നങ്ങൾ എവിടെ, എപ്പോൾ, എങ്ങനെ ലഭ്യമാണ് എന്ന് അദ്ദേഹം ഉപഭോക്താക്കളെ അറിയിക്കണം. വിൽപ്പന വർധക പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന 4 ഘടകങ്ങളുണ്ട്. പ്രമോഷൻ എന്ന് പറയുന്ന രീതി, ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമോഷൻ 4 തരത്തിലുണ്ട്. വിറ്റുവരവ്, ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആളുകളെ, ഉപഭോക്താക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പരസ്യത്തിലൂടെയും മറ്റും അവരെ അറിയിക്കുന്ന ഒരു രീതിയാണ് ഇത് സംവർദ്ധനം അഥവാ സെയിൽസ് പ്രമോഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്യം ചെയ്യുന്നതിലൂടെ, അഡ്വർടൈസ്മെൻറ്റിലൂടെ, അതുപോലെ വ്യക്തിഗത വിൽപ്പന, പേഴ്സണൽ സെല്ലിങ്ങിലൂടെ, അതുപോലെ പ്രചാരണത്തിലൂടെ, വിൽപ്പന പ്രോത്സാഹനം, സെയിൽസ് പ്രൊമോഷനിലൂടെയൊക്കെ എന്ത് ചെയ്യാം, വിൽപ്പന വർധക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. മാർക്കറ്റിംഗ് മിക്സിലെ ഓരോന്നിനെയും പ്രത്യേകം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ മാർക്കറ്റിംഗ് മിക്സിലെ വിപണന മിശ്രിതത്തിലെ ഒന്നാമത്തെ ഘടകമാണ് ഉൽപ്പന്നം. ഉൽപ്പന്നം എന്നാൽ വിൽപ്പനയ്ക്കായി മാർക്കറ്റിന് വാഗ്ദാനം ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ഉൽപ്പാദകൻ വിപണിയിൽ കൊണ്ടുവരുന്ന, ഉപഭോക്താക്കൾക്കായിട്ട് കൊണ്ടുവരുന്ന വസ്തുവാണ് ഉൽപ്പന്നം. അതെന്ത് തരത്തിലുള്ള വസ്തു ആവാം, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, അങ്ങനെയുള്ള എന്തുമാവാം. ഓക്കെ, ഒരു കമ്പനി ഉപഭോക്താക്കൾക്ക് നൽകുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെ ലൈനുകളുടെ എണ്ണമാണ് ഉൽപ്പന്ന മിശ്രിതം എന്നറിയപ്പെടുന്നത്, പ്രൊഡക്റ്റ് മിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഉൽപ്പന്നങ്ങളുടെ സ്വഭാവവും വർഗീകരണവും, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഉൽപ്പന്നങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങളെ 2 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്നും അല്ലെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നും, 2 വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നും. ഇങ്ങനെ 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓരോന്ന് നോക്കാം. ഉൽപ്പന്നങ്ങളെ പ്രധാനമായും 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്, ഉപഭോഗ ഉൽപ്പന്നമെന്നും വ്യാവസായിക ഉൽപ്പന്നമെന്നും. ഈ ഉപഭോഗ ഉൽപ്പന്നത്തെ എന്ത് ചെയ്തു, ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2 ആയി തരംതിരിച്ചു. ഉപഭോഗ ഉൽപ്പന്നത്തെ ഡ്യൂറബിലിറ്റി അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡ്യൂറബിൾ എന്നും ഡ്യൂറബിൾ അല്ലാത്തവയെന്നും തരംതിരിച്ചു. അതുപോലെ തന്നെ ഉപഭോഗ ഉൽപ്പന്നത്തെ വീണ്ടും തരംതിരിച്ചു. ഷോപ്പിങ്ങിന് വേണ്ട അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺവീനിയൻറ്റ് ഷോപ്പിംഗ് എന്നും സ്പെഷ്യാലിറ്റി ഷോപ്പിംഗ് എന്നും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്നത്തെ 2 ആയി തരംതിരിച്ച് നോക്കാം. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെന്നും വ്യാവസായിക ഉൽപ്പന്നങ്ങളെന്നും. ഒന്നാമത്തേതാണ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നാൽ എന്താണെന്ന് നോക്കാം. ഉപഭോക്താക്കൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങളെ സഫലീകരിക്കുവാൻ വേണ്ടി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്നറിയപ്പെടുന്നത്. കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഉപഭോക്താക്കൾ അഥവാ കസ്റ്റമേഴ്സ് അവരുടെ സ്വകാര്യ ആവശ്യങ്ങളെ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉള്ളത്. ഓക്കെ, പിന്നെന്ത് ചെയ്യുന്നു, ഈ ഉപഭോഗ ഉൽപ്പന്നത്തെ തന്നെ എന്ത് ചെയ്തു, തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഉപഭോക്തൃ ഉൽപ്പന്നത്തെ എന്ത് ചെയ്തു, പ്രധാനമായും 2 ആയി തരംതിരിച്ചു. ഈട് നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഷോപ്പിംഗ് പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്തു, ഈ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെ പ്രധാനമായും 2 ആയി തരംതിരിച്ചു.
ഓക്കെ, അതിലൊന്ന് നോക്കാം. ഉപഭോഗ ഉൽപ്പന്നങ്ങളിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച ഉൽപ്പന്നങ്ങൾ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഈട് നിൽക്കുന്നവയെന്നും ഈട് നിൽക്കാത്തവയെന്നും. ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളെന്നും ഈട് നിൽക്കാത്ത ഉൽപ്പന്നങ്ങളെന്നും ഈട് നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഭോഗ ഉൽപ്പന്നത്തെ തരംതിരിച്ചു. നമുക്ക് നോക്കാം ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ് എന്നുള്ളത്. കൂടുതൽ കാലം ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. റെഫ്രിജറേറ്റർ, TV, വാഷിംഗ് മെഷീൻ, റേഡിയോ ഒക്കെ എന്ത് ചെയ്യുന്നു? ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഉയർന്ന വില, യൂണിറ്റിന് ഉയർന്ന ലാഭം, വിൽപ്പനാനന്തര സേവനം, വിൽപ്പന വർധക പ്രവർത്തനങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതാണ് ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിനെ പറയുന്ന പേരാണ് ഈട് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് ഇത് ഈട് നിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ. ഒരു തവണയോ വളരെ കുറച്ച് തവണകളോ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, പുസ്തകങ്ങൾ ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഒരു തവണയോ വളരെ കുറച്ച് തവണകളോ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണിത്. പേന, ഇതൊക്കെ എന്താണ്? കുറഞ്ഞ വിലയായിരിക്കും, കുറഞ്ഞ ലാഭമാണ് ഇതിൽ നിന്ന് കിട്ടുക അല്ലേ? ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? ടൂത്ത് പേസ്റ്റ്, സോപ്പൊക്കെ എന്ത് ചെയ്യുന്നു? പേനയൊക്കെ കുറഞ്ഞ തവണ മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ്. പിന്നെ അതിൽ വരുന്നതാണ് സേവനങ്ങൾ. സേവനങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാറില്ല, എന്നാലും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഭൗതിക രൂപവും ദൃശ്യവുമാണ്, എന്നാൽ സേവനങ്ങൾ അദൃശ്യമാണ്. ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സാണ് ഏത്? ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നാണ് സേവനങ്ങൾ, സർവീസുകൾ. സർവീസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, വിൽപ്പനക്കായി വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയോ നേട്ടങ്ങളെയോ സംതൃപ്തികളെയോ ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം? സേവനങ്ങൾ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഡ്രൈ ക്ലീനിങ്, വാച്ച് റിപ്പയർ, തപാൽ സർവീസ്, ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത്, ഒരു വക്കീൽ ഒരു വ്യക്തിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത്, ഇവയെല്ലാം സേവനങ്ങളാണ്. സേവനങ്ങൾ അദൃശ്യമാണ്, കാണാൻ സാധിക്കില്ല. സേവനം അതിൻ്റെ ദാതാക്കളിൽ നിന്നും വേർപെടുത്താനാവില്ല. ഇപ്പോൾ വക്കീൽ നൽകുന്ന സേവനം വക്കീലിൽ നിന്നും വേർപെടുത്താൻ സാധിക്കില്ല. സേവനങ്ങൾ സംഭരിച്ചു വെക്കാനാവില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സേവനത്തെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊന്നും സാധിക്കില്ല. സേവനങ്ങൾ വ്യക്തി അധിഷ്ഠിതമാണ്. സേവനങ്ങൾ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. ഷോപ്പിംഗ് പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? കൺവീനിയൻറ്റ് ഗുഡ്സ് അഥവാ സൗകര്യപ്രദമായ ഉൽപ്പന്നമെന്നും ഷോപ്പിംഗ് ഉൽപ്പന്നമെന്നും എന്ത് ചെയ്തു? പ്രധാനമായിട്ടും ഉപഭോഗ ഉൽപ്പന്നത്തെ തരംതിരിച്ചു. ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനായി വാങ്ങുന്നവർ ചെലവഴിക്കാൻ തയ്യാറായ സമയത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഉപഭോക്തൃ ഉൽപ്പന്നത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കൺവീനിയൻസ് ഗുഡ്സ് അഥവാ സൗകര്യപ്രദമായ ഉൽപ്പന്നം. സാധാരണയായി തുടർച്ചയായതും കുറഞ്ഞ അധ്വാനത്തിലും വേഗത്തിലും കുറഞ്ഞ സമയം ചെലവഴിച്ചും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് കൺവീനിയൻറ്റ് ഗുഡ്സ് അഥവാ സൗകര്യപ്രദമായ ഉൽപ്പന്നം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പ്, ബ്രെഡ്, തീപ്പെട്ടി, ടൂത്ത് പേസ്റ്റ്, മാസികകൾ, പേന, ഐസ്ക്രീം, ഇതൊക്കെ എന്താണ്? വളരെ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ അധ്വാനത്തിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ സവിശേഷത എന്താണ്? നിരന്തരവും തുടർച്ചയുമായിട്ടുള്ള ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ, ചോദനമുള്ള ഉൽപ്പന്നമാവും ഇത്. സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ബ്രെഡ്, സോപ്പ്, പേന, മാച്ച് ബോക്സ്, ഇതൊക്കെ എന്താണ്? ഐസ്ക്രീം, ഇതൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. തുടർച്ചയായിട്ടുള്ള ഡിമാൻഡ് അതിനുണ്ടാവും. അതുപോലെ ഈ ഉൽപ്പന്നങ്ങൾ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ലഭ്യമായിരിക്കും. കുറഞ്ഞ പരിശ്രമം സമയവും കൊണ്ട് വാങ്ങാവുന്നതാണ്. ഈ ബ്രഷും പേസ്റ്റും ഒട്ടുമിക്ക കടകളിലും ലഭ്യമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ചെന്നുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ പരിശ്രമത്തിനുള്ളിൽ നമുക്ക് വാങ്ങുവാൻ സാധിക്കും. ഇവ സാധാരണയായി അവശ്യ ഉൽപ്പന്നങ്ങളാണ്. ഈ കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? അവശ്യ ഉൽപ്പന്നങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവശ്യ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അത്രയും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇവ മിക്കവാറും ബ്രാൻഡഡ് ആയതിനാൽ നിലവാരവൽക്കരിക്കപ്പെട്ട വിലയായിരിക്കും. കൃത്യമായിട്ടൊരു വില ഉണ്ടായിരിക്കും. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായിരിക്കും ഏത്? ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ. കൺവീനിയൻ്റ് ആയിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ്. പിന്നെ ഇവയുടെ വിതരണം ചോദനത്തേക്കാൾ കൂടുതലായതിനാൽ മത്സരം കൂടുതലായിരിക്കും.
ഡിമാൻഡിനേക്കാൾ കൂടുതലായിരിക്കും സപ്ലൈ. എവിടെ? ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആയതിനാൽ മത്സരം കൂടുതലാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ മുകളിൽ. അടുത്തതാണ് ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ വസ്തുക്കളാണ്. വാങ്ങുന്നവർ അന്തിമ വാങ്ങലിന് മുമ്പ് നിരവധി സ്റ്റോറുകളിൽ ഗുണനിലവാരം, വില, ശൈലി, അനുയോജ്യത മുതലായവ താരതമ്യം ചെയ്തുകൊണ്ടേ വാങ്ങുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം, ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു ഉപഭോക്താവ് ആ ഉൽപ്പന്നത്തിൻ്റെ വില, ഗുണം, മണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു? പെണ്ണുങ്ങളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ് അല്ലേ? ലേഡീസിനെ കൊണ്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ അവർ പെട്ടെന്നൊന്നും എടുക്കില്ല. അവർക്ക് ഒരുപാട് സമയം വേണം. അവരൊരുപാട് സമയമെടുത്ത് ഓരോ ഡ്രസ്സും നോക്കി, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കി, ഓരോന്നിൻ്റെ വില നോക്കി താരതമ്യം ചെയ്ത് വളരെയധികം സമയമെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഇതൊക്കെ എടുക്കുക. അതുപോലെ ആഭരണങ്ങൾ, ജ്വല്ലറിയിൽ പോയാൽ ഓരോ മോഡലുകൾ, ഓരോ വിലക്കുള്ളത്, ഇത്ര പവൻ്റെതൊക്കെ നോക്കിയിട്ടേ എടുക്കുള്ളൂ. അതുപോലെ ഫർണിച്ചർ, അതുപോലെ റേഡിയോ, അതുപോലെ ടെലിവിഷൻ തുടങ്ങിയവയൊക്കെ എന്താണ്? ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ ഉദാഹരണമാണ്. കൂടുതൽ സമയമെടുത്തുകൊണ്ട് നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? നമ്മളത് വാങ്ങുക അല്ലേ? ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കും, തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റ് വിലയും ലാഭവും പൊതുവെ ഉയർന്നതാണ്. അറിയാലോ, ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലായിരിക്കും, ലാഭവും കൂടുതലായിരിക്കും. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന യൂണിറ്റ് വിലയുള്ളതിനാൽ ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ താരതമ്യം ചെയ്യും. നമ്മൾ ടി വി വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? സോണിയുടെ ടി വിയുടെ വില നോക്കും, ഇംപെക്സിൻ്റെ വില നോക്കും, ഒനിക്സിൻ്റെ വില നോക്കും, ഫിലിപ്സിൻ്റെ വില നോക്കും, പാനസോണിക്കിൻ്റെ വില നോക്കും. ഇങ്ങനെ എല്ലാ കമ്പനികളുടെ ടി വിയുടെ വിലകളും താരതമ്യം ചെയ്യും. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ വാങ്ങലുകൾ പൊതുവെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തവയാണ്. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് വാങ്ങുക. ഓക്കെ, അതുകൊണ്ട് വലിയ പരസ്യത്തിനൊന്നും വലിയ സ്ഥാനമില്ല. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ചില്ലറ വ്യാപാരികൾ സാധാരണയായി പങ്കുവഹിക്കുന്നുണ്ട്. കാരണം അവ വാങ്ങുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്നവരാണ് ഈ ചില്ലറ വിൽപ്പനക്കാരാണ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് വിശിഷ്ട ഉൽപ്പന്നങ്ങൾ, സ്പെഷ്യാലിറ്റി ഷോപ്പിംഗ് എന്നറിയപ്പെടുന്നത്. ചില പ്രത്യേക സവിശേഷതയുള്ള വസ്തുക്കളാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് വിലയേറിയതും വളരെ വില ഉയർന്നതുമായിട്ടുള്ളത്, അപൂർവ കലാസൃഷ്ടികളുടെ ശേഖരം, പെയിൻറ്റിങ്, പുരാവസ്തുക്കൾ അല്ലേ? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ വിശിഷ്ട ഉൽപ്പന്നമാണ്. സച്ചിൻ ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുള്ളൊരു ബാറ്റ് വിശിഷ്ട ഉൽപ്പന്നമാണ്. സച്ചിൻ അവസാനമായി ധരിച്ച ജേഴ്സി വിടവാങ്ങൽ സമയത്ത് അത് വളരെ വിശിഷ്ടമായൊരു ഉൽപ്പന്നമാണ്. ഇങ്ങനെയുള്ള വിശിഷ്ട ഉൽപ്പന്നങ്ങൾ, വിശിഷ്ട സവിശേഷതയുള്ള ഉൽപ്പന്നങ്ങളാണിത്. ആളുകളിത് ഉയർന്ന വില നൽകി വാങ്ങും. ഉറപ്പല്ലേ? സച്ചിൻ്റെ ഓട്ടോഗ്രാഫ് ചെയ്തൊരു ബാറ്റ് ലേലത്തിന് വെച്ചാൽ കൂടുതൽ വിലക്ക് ആളുകൾ വാങ്ങും. ഇതാണ് വിശിഷ്ട ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദനം കുറവായിരിക്കും, ഉൽപ്പന്നം വിലയേറിയതായിരിക്കും, ഉപഭോക്താക്കളുടെ എണ്ണം കുറവായിരിക്കും, കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ വിൽപ്പന ഉണ്ടാവുള്ളൂ, വിൽപ്പനാനന്തര സേവനം ചിലപ്പോൾ ആവശ്യമായിട്ട് വരും, പരസ്യങ്ങളും മറ്റ് വിൽപ്പന തന്ത്രങ്ങളൊക്കെ വേണ്ടി വരും. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെയുള്ളതാണ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ വിഭവങ്ങളായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ. അസംസ്കൃത പദാർത്ഥങ്ങൾ, അതുപോലെ സ്പെയർ പാർട്സുകളൊക്കെ ഉദാഹരണമാണ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക്. ശ്രദ്ധിക്കുക, ഹീറോ ഹോണ്ട അല്ലെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പ് എന്ന് പറയുന്ന കമ്പനി അവരെന്ത് ചെയ്യുന്നു? ബൈക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ബൈക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ടയർ ആവശ്യമാണ്. ടയർ എന്ന അസംസ്കൃത വസ്തു, ടയർ എന്ന റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. എക്സാമ്പിൾ MRF എന്ന് നമുക്ക് എടുക്കാം. MRF എന്ന് പറയുന്നൊരു കമ്പനി ടയർ ഉൽപ്പാദക കമ്പനിയാണ്. ടയർ ഉൽപ്പാദക കമ്പനി അവരുടെ ഉൽപ്പന്നം ഹീറോ മോട്ടോകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ അസംസ്കൃത വസ്തുവാണ്. കാരണം അവരുടെ ബൈക്കിൻ്റെ ഒരു റോ മെറ്റീരിയൽ മാത്രമാണ് ഏത്? ആ ടയർ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്, റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? ബൈക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടയർ, ബൈക്കിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അതിൻ്റെ ലൈറ്റുകൾ, ബൈക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ബ്രേക്കുകൾ, ബൈക്കിന് ആവശ്യമായിട്ട് വരുന്ന ബുഷുകൾ,
ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ റോ മെറ്റീരിയലുകളാണ്. ഒരു വ്യാവസായിക ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അതായത് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണിത് അല്ലേ. ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എഞ്ചിനുകൾ, ലൂബ്രിക്കൻറ്റുകൾ, ഉപകരണങ്ങൾ ഇവയൊക്കെ എന്താണ്, ഈ പറയുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ നിർമ്മാതാക്കൾ, ഗതാഗത ഏജൻസികൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഖനന കമ്പനികളൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ അടങ്ങുന്നതാണ് ഇത്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. വലിയ വലിയ കമ്പനികളാണ് വാങ്ങുക. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവരുടെ എണ്ണം പരിമിതമായതിനാൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിതരണ ശൃംഖലയിൽ ഇടനിലക്കാരുടെ എണ്ണം കുറവായിരിക്കും. ഇൻ്റർമീഡിയറീസ് ഒന്നും ഉണ്ടാവില്ല, നേരിട്ടുള്ള വിൽപ്പനയാണ് ഉണ്ടാവുക. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ചോദനം ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ചോദനത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ എങ്ങനെയാണ്? അത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിപണി സാധാരണയായി ചില പ്രത്യേക മേഖലകളിൽ വരാറുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ തികച്ചും സങ്കീർണവും ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്നവയുമായതിനാൽ വാങ്ങുമ്പോൾ സാങ്കേതികമായ ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പരസ്പരമുള്ള വാങ്ങൽ നയം പിന്തുടരാറുണ്ട് എന്നൊക്കെ ഓർത്ത് വെക്കുക. കൃത്യമായ കരാറിലായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന കമ്പനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാംസങ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, സോണി എന്ന് പറയുന്ന കമ്പനിക്ക് ഡിസ്പ്ലേ തയ്യാറാക്കി കൊടുക്കുന്നത്. സാംസങ് എന്ന് പറയുന്ന കമ്പനി സോണി എന്ന് പറയുന്ന കമ്പനിക്കുള്ള അസംസ്കൃത വസ്തുവായിട്ടുള്ള സ്ക്രീൻ തയ്യാറാക്കി കൊടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ അവർ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. സോണിയും സാംസങ്ങും സോണിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, സോണിക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രീനുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, സെൻസറുകൾ ക്യാമറയ്ക്ക് ആവശ്യമായ സെൻസറുകൾ സാംസങ് പോലെയുള്ള എല്ലാ കമ്പനികൾക്കും, ലോകത്തെ പ്രധാന കമ്പനികൾക്കൊക്കെ ക്യാമറയ്ക്ക് ആവശ്യമായ സെൻസറുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് സോണിയാണ്. അപ്പോൾ ആ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കരാറിൽ ഏർപ്പെട്ടിരിക്കും. ഇതൊക്കെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, കരാറുകൾ ഉണ്ടാവും. കരാർ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇതുണ്ടാവുക. പിന്നെ വിവിധ തരം വ്യാവസായിക ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്ന് അസംസ്കൃത വസ്തുക്കളും അനുബന്ധ സാമഗ്രികളുമാണ് ഇതിൽ വരുന്നത്. പ്രധാനമായിട്ട് അസംസ്കൃത വസ്തുക്കൾ നോക്കാം. പരുത്തി, എണ്ണക്കുരു, ഇരുമ്പയിര്, മത്സ്യം, തടി ഇവയൊക്കെ അസംസ്കൃത വസ്തുക്കളാണ്, പ്രകൃതിജന്യമായിട്ടുള്ളത്. പിന്നെയോ നിർമ്മിത വസ്തുക്കളും യന്ത്രഭാഗങ്ങളും അനുബന്ധ വസ്തുക്കൾ, അതായത് സ്ഫടികം, ഇരുമ്പ്, പ്ലാസ്റ്റിക്, ടയറ്, ബൾബുകൾ, ബാറ്ററി, ബുഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിത വസ്തുക്കളും യന്ത്രഭാഗങ്ങളും. പിന്നെ മൂലധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ജനറേറ്ററുകൾ, പ്രത്യേക ഉദ്ദേശമുള്ള യന്ത്രങ്ങൾ, എലവേറ്ററുകൾ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ പോലെയുള്ള ഇൻസ്റ്റലേഷനുകൾ, ഹാൻഡ് ടൂളുകൾ, അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, ഫാക്സ് മെഷീനുകൾ ഒക്കെ എന്താണ്, മൂലധന ഉൽപ്പന്നങ്ങളാണ്. പിന്നെയോ വിതരണവും ബിസിനസ് സേവനങ്ങളും ഇതിൽ വരുന്നതാണ്. സപ്ലൈസ് പൂർത്തിയായ ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ സഹായിക്കുന്ന ഹ്രസ്വകാല ചരക്കുകളും സേവനങ്ങളും, പെയിൻറ്റ്, നഖങ്ങൾ, ഗ്രീസുകൾ മുതലായ അറ്റകുറ്റപ്പണികൾ, ലൂബ്രിക്കൻ്റ്, കമ്പ്യൂട്ടർ സ്റ്റേഷനറി, റൈറ്റിംഗ് പേപ്പർ ഒക്കെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഭാഗമാണ് ബ്രാൻഡിങ് എന്ന് അറിയപ്പെടുന്നത്. ബ്രാൻഡിങ് നമുക്കറിയാം. ബ്രാൻഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഉൽപ്പന്നത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ബ്രാൻഡ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ തിരിച്ചറിയലാണ് ബ്രാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പേരോ ചിഹ്നമോ രൂപകൽപ്പനയോ ഒക്കെ ആകാം. ഉദാഹരണമായിട്ട് ക്ലോസപ്പ്, കോൾഗേറ്റ്, ബാറ്റ ഇവയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓരോ ഉൽപ്പന്നത്തിനൊരു പേരോ ചിഹ്നമോ നൽകുന്ന പ്രക്രിയയെ ബ്രാൻഡിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. എതിരാളിയുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തെ തിരിച്ചറിയാനും വേർതിരിക്കാനും ബ്രാൻഡിംഗ് സഹായിക്കുന്നു. അല്ലേ, കാറ് എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്. പക്ഷെ ഓരോ കമ്പനിയുടെയും ബ്രാൻഡ് നോക്കിയാൽ നമുക്കറിയാം ഏത് കമ്പനിയുടേതാണ് എന്നുള്ളത്. ബ്രാൻഡ് നോക്കിയാൽ അറിയാം. മാരുതി സുസുക്കിയുടെ മാരുതി സുസുക്കി ഒരു ബ്രാൻഡാണ് അല്ലേ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അവരുടെ ബ്രാൻഡാണ്.
അതുപോലെ ടൊയോട്ടോയുടെ എറ്റിയൂസ് ലീവ ഒരു ബ്രാൻഡാണ്. അങ്ങനെ എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിനെ, ഒരു ഉൽപ്പന്നത്തെ മറ്റൊരു കമ്പനിയുടെ ഉൽപ്പന്നത്തിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ഉൽപ്പന്നത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ജനപ്രിയമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത് ബ്രാൻഡിങ് എന്ന് അറിയപ്പെടുന്നത്. ബ്രാൻഡ് എന്നാൽ ഒരു പേര്, ചിഹ്നം അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒന്നാവാം. ബ്രാൻഡ് നാമം എന്നാൽ സംസാരിക്കാൻ കഴിയുന്ന ബ്രാൻഡിൻ്റെ ഭാഗത്തെയാണ് ബ്രാൻഡ് നാമം. ചിഹ്നമായിരിക്കില്ല, ഒരു വാക്കായിരിക്കും. ബ്രാൻഡിൻ്റെ വാക്കാലുള്ള ഭാഗമാണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, മാഗി, ലൈഫ് ബോയ്, ഹ്യൂണ്ടായ്, ടൊയോട്ട ഇതൊക്കെ എക്സാമ്പിളാണ് ഏത് ബ്രാൻഡ് നെയിമിന്. അടുത്തത് ബ്രാൻഡ് അടയാളമാണ്. ഓക്കെ, ബ്രാൻഡിൻ്റെ അടയാളം. ബ്രാൻഡ് അടയാളങ്ങൾ ഉണ്ടാവും. ബ്രാൻഡിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഉച്ചരിക്കാൻ കഴിയാത്തതും തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ബ്രാൻഡിൻ്റെ ഭാഗമാണ് ഇത്. LICയുടെ യോഗക്ഷേമ, അതുപോലെ പെപ്സിയുടെ റെഡ് ബ്ലൂ ബോള്, ഹ്യൂണ്ടായിയുടെ ലോഗോ, ആപ്പിളിൻ്റെ ലോഗോ ഇവയൊക്കെ ബ്രാൻഡിൻ്റെ അടയാളങ്ങളാണ്, ബ്രാൻഡ് ലോഗോസാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ട്രേഡ് മാർക്ക് എന്നറിയപ്പെടുന്നത്. ഒരു ബ്രാൻഡിൻ്റെ നിയമപരമായ പതിപ്പാണ് ട്രേഡ് മാർക്ക്. ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുകയും നിയമവിധേയമാക്കുകയും ചെയ്യുമ്പോൾ അതിനെ ട്രേഡ് മാർക്ക് എന്ന് വിളിക്കും. ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുകയും നിയമവിധേയമാക്കുകയും ചെയ്യുമ്പോൾ അതിനെ ട്രേഡ് മാർക്ക് എന്ന് വിളിക്കുന്നു. എല്ലാ വ്യാപാര മുദ്രകളും ബ്രാൻഡുകളാണെങ്കിലും നിയമപരമായി പരിരക്ഷിച്ചിരിക്കുന്ന ബ്രാൻഡുകളെ മാത്രമേ ട്രേഡ് മാർക്ക് അഥവാ വ്യാപാര മുദ്രകൾ എന്ന് വിളിക്കുകയുള്ളൂ. ഓക്കെ, ഒരു നല്ല ബ്രാൻഡ് നാമത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് നോക്കുന്ന അടുത്തത്. ബ്രാൻഡ് നാമം ഹ്രസ്വവും ലളിതവുമായിരിക്കണം. നമ്മളൊരു ഉൽപ്പന്നത്തിന് കൊടുക്കുന്ന ബ്രാൻഡ് നെയിം വളരെ ചെറുതും ലളിതവുമായിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ നേട്ടങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പേരായിരിക്കണം നൽകേണ്ടത്. അതുപോലെ ബ്രാൻഡ് നാമം സവിശേഷമായിരിക്കണം, മറ്റൊരാൾക്ക് ഇല്ലാത്തതും വ്യതിരിക്തമായിരിക്കണം, അതായത് വ്യത്യസ്തമായിരിക്കണം. അതുപോലെ അർത്ഥവത്തായതായിരിക്കണം, പേര് വളരെ അർത്ഥവത്തായിട്ടുള്ളതായിരിക്കണം. അതുപോലെ നിയമപരിരക്ഷ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൻ്റെ പ്രയോജനങ്ങൾ. ഇങ്ങനെ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നിർമ്മാതാക്കൾക്ക് എന്തെല്ലാം പ്രയോജനമാണ് കിട്ടുന്നത്? ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു ഉൽപ്പന്നത്തെ ബ്രാൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് പ്രയോജനം? ഉൽപ്പന്ന വ്യത്യാസം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. മറ്റൊരു കമ്പനിയുടെ ഉൽപ്പന്നവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തെ വ്യത്യസ്തമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ പരസ്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പരസ്യം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. പെപ്സി എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പരസ്യം ചെയ്യാം. കൊക്കക്കോള എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്യാം. അതൊക്കെ അതുപോലെ പുതിയ ഉൽപ്പന്നങ്ങളെ എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. കമ്പനിയുടെ പേര് ബ്രാൻഡ് നെയിമായി ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരാം. സാംസങ് ടെലിവിഷൻ്റെ ബ്രാൻഡ് നാമം അറിയാം. സാംസങ് ടെലിവിഷൻ എന്ത് ചെയ്യുക, ഇഷ്ടം പോലെ TV കൊണ്ടുവരാം. വാഷിംഗ് മെഷീന് അല്ലേ, എല്ലാത്തിലേക്കും കൊണ്ടുവരാമല്ലോ അല്ലേ. സാംസങ് എന്ന് പറയുന്ന ടെലിവിഷൻ്റെ ബ്രാൻഡ് എന്ത് ചെയ്തു, ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇറക്കുന്നുണ്ട്, സെൽഫോൺ ഇറക്കുന്നുണ്ട് അല്ലേ, TV ഇറക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഒരേ ബ്രാൻഡ് നാമത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരാം. വ്യത്യസ്തമായ വില നിശ്ചയിക്കാൻ സഹായിക്കും. ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഉൽപ്പന്നത്തിന് വ്യത്യസ്തമായിട്ടുള്ള വിലകൾ ഈടാക്കുവാൻ സാധിക്കും. ഐഫോണിൻ്റെ വില നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള വിലയാണ്. BMW കാറുകളുടെ വില മാരുതി കാറുകളേക്കാൾ വിലയേറിയതാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വില നിശ്ചയിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉപയോക്താക്കൾക്ക് ബ്രാൻഡിങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഉൽപ്പന്നങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. അതുപോലെ പദവിയുടെ അടയാളം, ചില ബ്രാൻഡഡ് സ്ഥാനങ്ങളുടെ ഉപയോഗം ഉപഭോക്താക്കളുടെ പദവിയുടെ അടയാളമായിട്ട് പരിഗണിക്കും. പാർക്കർ പേന അല്ലേ, കുറച്ച് കൂടിയ ആൾക്കാരാണ് ഉപയോഗിക്കുക. അതുപോലെ പൈസ ഉള്ള ആൾക്കാർ. അതുപോലെ ഐഫോൺ അത്യാവശ്യം നല്ല സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ ഉപയോഗിക്കുക. BMW ഓഡി കാറുകൾ അത്യാവശ്യം നല്ല വിലയുള്ള ആളുകളാണ് ഉപയോഗിക്കുക. റാഡ വാച്ച് കുറച്ച് ഇതുള്ള ആളുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും ഉപഭോക്താക്കളുടെ പദവിയുടെ സ്റ്റാറ്റസിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബ്രാൻഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ഉപഭോക്താക്കളുടെ മനസ്സിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാൻഡിങ് സഹായിക്കുന്നുണ്ട്.